ഫോർത്ത് ലോ ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. ഓൾവേസ് സേ ലെസ് ദാൻ നെസസറി. ആവശ്യമുള്ളതിലും കുറച്ച് സംസാരിക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു സർക്കിളിൽ ഉണ്ടാവും. ഒരാൾ വളരെയധികം സംസാരിക്കുന്നു, ഒരുപാട് തമാശകൾ പറയുന്നു, വായ വെച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് പൊതുവെ ആ ഒരു സർക്കിളിൽ ഒരു റെസ്പെക്ട് കിട്ടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ പോലും അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം വരാൻ നേരത്തോ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കിട്ടേണ്ട കാര്യം വരാൻ നേരത്തോ ഇവരൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത് നിങ്ങൾ ആ ഒരു ഷൂസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാരണം ഒരു ജെന്യൂൻ ആയിട്ട് ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പ് ചോദിക്കാൻ നേരത്ത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഒരു മെച്ചുവേർഡ് അല്ലാത്ത ഒരാളായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് അല്ലാത്ത ഒരാളായിട്ടായിരിക്കും മറ്റുള്ളവർ നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചു ചെല്ലുന്നവർ കാണുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളെ ബാധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബുക്കിൽ പറയുന്ന ഒരു എക്സാക്ട് കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ സംസാരിക്കും തോറും നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും പുറത്തോട്ട് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ മാക്സിമം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യത്തിൽ കുറച്ച് സംസാരിക്കുക.